ഇതായിരുന്നു അമേരിക്കയുടെ അഹങ്കാരം. അയൽ രാജ്യങ്ങളെയൊക്കെ വെറുപ്പിച്ച് അവസാനം നിങ്ങൾ എന്താണ് നേടിയത്? ആരും സഹായിക്കാൻ എത്താതായില്ലേ? ഇത് ട്രംപിന് കിട്ടിയ കൂടോത്രത്തിന്റെ ഫലമാണ്. മുട്ട കൂടോത്രത്തിന്റെ ഒരു ശക്തിയെ. ആയ കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തിന്നാമെന്നൊരു പഴമൊഴിയില്ലേ? അമേരിക്കയുടെ കഷ്ടകാലം തുടങ്ങിയപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഒരാപത്ത് വന്നപ്പോൾ അമേരിക്കയെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താ? കയ്യിലിരിപ്പ് അതാണല്ലോ. എന്തായാലും അമേരിക്കയ്ക്ക് കിട്ടിയ മുട്ട കൂടോത്രത്തിന്റെ വിശദാംശങ്ങൾ അറിയാം. ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രം എന്ന ഖ്യാതി 2025 സ്വന്തമാക്കിയ അമേരിക്കയ്ക്ക് മുട്ടയുടെ രൂപത്തിലാണ് ഇത്തവണ പണി കിട്ടിയിരിക്കുന്നത്. കുറച്ചു നാളായി പലർക്കും പണി കൊടുക്കുമെന്നും പറഞ്ഞും അട്ടഹസിച്ചും നടന്ന അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇപ്പോൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പണി വരുന്നത് എന്ന് മനസ്സിലാകാൻ പറ്റുന്നതേയില്ല. ആദ്യം വന്നത് കാട്ടുതീയുടെ രൂപത്തിലാണ്. അമേരിക്കയുടെ കണ്ണായ സ്ഥലമൊക്കെ കരിച്ചാണ് കാട്ടുതീ പടിയിറങ്ങിയത്. പിന്നെ വന്നതോ പ്രളയം. രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കാൻ ഇതിന് കഴിഞ്ഞു. പിന്നെ വന്നതോ കൊടുങ്കാറ്റ്. പിന്നെ സാമ്പത്തിക മേഖലയെ തകർക്കാൻ ഒരു മാന്ദ്യം. അഹങ്കാരത്തിന് പണി കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ മിണ്ടാതിരുന്ന പ്രസിഡന്റിന് നിലവിൽ കിട്ടിയത് മുട്ടയിലാണെന്ന് മാത്രം. മുട്ട കഴിക്കുന്നത് നമ്മുടെ ആഹാര രീതിയുടെ ഭാഗമാണ്. മാത്രവുമല്ല, ഹൈ പ്രോട്ടീൻസ് അടങ്ങിയ മുട്ട നമ്മുടെ ആരോഗ്യത്തിന് വളരെ അനുയോജ്യകരവുമാണ്. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നൽകുന്ന ഏറ്റവും മികച്ച ഭക്ഷണമാണ് ഈ മുട്ട. മുട്ടയുടെ വെള്ളയിൽ ഫാറ്റ് കുറവാണ്. 6 ഗ്രാം പ്രോട്ടീൻ, 55 മില്ലിഗ്രാം സോഡിയം എന്നിവ അതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഇത്. കൂടാതെ അത്യാവശ്യമുള്ള 9 അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റ് ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് 1 കാലറിയിൽ കൂടുതൽ പോഷകങ്ങൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. ധാരാളം വൈറ്റമിൻസ്, ധാതുക്കൾ, അമിനോ ആസിഡുകൾ എന്നിവയും മുട്ടയിലുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട ഭക്ഷണത്തിലെ അവിഭാജ്യ ഘടകമാണ്. പക്ഷേ അമേരിക്കയിൽ ഈ മുട്ട, അതും ഇത്രയും പോഷകാഹാരമായ മുട്ട കിട്ടാനേയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളെ മുഴുവൻ ചട്ടം പഠിപ്പിക്കാൻ നടന്ന അമേരിക്കയ്ക്ക് സ്വന്തം രാജ്യത്തിലെ മുട്ടക്ഷാമം പോലും പരിഹരിക്കാനായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. US-ലുടനീളമുള്ള പലചരക്ക് കടകളിൽ മുട്ട ഷെൽഫുകൾ ഇന്ന് ശൂന്യമായും വിജനമായും കിടക്കുന്നത് കാലത്തിന്റെ ഒരു അടയാളമായിട്ട് മാറിയിരിക്കുകയാണ്. ജനുവരിയിൽ മാത്രം പക്ഷിപ്പനി പടർന്നു പിടിച്ച് ഏകദേശം 19 ദശലക്ഷം പക്ഷികളെയാണ് അതില്ലാതാക്കിയത്. ഇത് വിതരണം ഇല്ലാതാക്കുകയും വിലകൾ കുതിച്ചുയരുകയും ചെയ്തു. ഇതോടെ വിതരണം കുറയുകയും അതുകൊണ്ട് തന്നെ മുട്ടയുടെ വില കുതിച്ചുയരുകയും ചെയ്തു. ചിലർ എഗ്ഫ്ലേഷൻ എന്നാണ് ഈ അവസ്ഥക്കിട്ട പേര്. ഈ വർഷം മുട്ട വിലയിൽ 41% വർധനവുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രവചിക്കുന്നത്. മുട്ടകൾ ലഭ്യമാകുന്നിടത്ത് ഉപഭോക്താക്കൾക്ക് ഒരേ സമയം വാങ്ങാൻ കഴിയുന്ന എണ്ണത്തിൽ പലപ്പോഴും പരിമിതമായിരിക്കും. വാഫിൾ ഹൗസ് മുതൽ ഡെന്നീസ് വരെയുള്ള പ്രഭാത ഭക്ഷണ ശൃംഖലകൾ വിളമ്പുന്ന ഓരോ മുട്ടയ്ക്കും $50 സർചാർജ് ചേർത്തിട്ടുണ്ട്. ഈ സാഹചര്യം ചില ആളുകളെ മുട്ടകൾ ശേഖരിക്കുന്നതിനായി പുതിയ സ്ഥലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. തെക്കൻ അതിർത്തിക്ക് മുകളിലൂടെ, അതായത് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ, മെക്സിക്കോയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന മുട്ടകളാണ് ഈ അടുത്ത് പിടിച്ചെടുത്തുന്നത്. അവിടെ ഒരു ഡസനോളം വരുന്ന ഒരു കാർട്ടറിന് ഏകദേശം $2 വില വരും. കാലിഫോർണിയയുടെ പല ഭാഗങ്ങളിലും വില ഒരു ഡസന് $10 താഴെയാണെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ പറയുന്നത്. ദേശീയ തലത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇതേ സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സാമ്പത്തിക വർഷം തുറമുഖങ്ങളിൽ തടഞ്ഞുവെക്കുന്ന മുട്ടകളിൽ 48% വർധന ഉണ്ടായിട്ടുണ്ടെന്ന് CBP പറയുന്നുണ്ട്. സാൻ ഡീഗോയിൽ ഈ മുട്ട തടസ്സപ്പെടുത്തൽ കേസുകൾ 158% വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എല്ലാ ദിവസവും 2 ലക്ഷത്തിലധികം കാറുകൾ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള അതിർത്തി കടക്കുന്നുണ്ട്. ആ കാറുകളിൽ ചിലത് തെക്കൻ അതിർത്തിയിൽ വില കുറഞ്ഞ പലചരക്ക് സാധനങ്ങൾ, മരുന്നുകൾ, മറ്റ് സാധനങ്ങൾ എന്നിവയും ഇവിടേക്ക് എത്തിക്കുന്നു. മെക്സിക്കൻ ഭാഗത്ത് നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങി കടത്തുന്നത് വളരെ സാധാരണമാണ്. അതിർത്തി കടന്നുള്ള യാത്ര സുഗമമാക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പായ സ്മാർട്ട് ബോർഡർ കോളിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോക്കിൻ ലൂക്കൻ പറയുന്നത് ഇങ്ങനെയാണ്. അതിനാൽ അവരിൽ പലരും മെക്സിക്കൻ ഭാഗത്ത് നിന്ന് വാങ്ങുന്ന ഉണങ്ങിയ ഉൽപ്പന്ന വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ടെന്നും ഗാർഡിയനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പുതിയ ഇനങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് മുട്ടകളിൽ നിന്ന്. വളരെ രോഗാകാരിയായ ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പക്ഷിപ്പനി കാരണം മെക്സിക്കോയിൽ നിന്ന് US-ലേക്കുള്ള അസംസ്കൃതമോ പുതിയതോ ആയ മുട്ടകൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ് നിലവിൽ അമേരിക്ക. മുട്ടയുടെ കേസ് മാത്രമല്ല കേട്ടോ, കോഴികൾക്കും മറ്റ് പക്ഷികൾക്കും ഒക്കെ തന്നെ ഈ നിയമം ബാധകമാണ്. ഉപയോഗിച്ച മുട്ട കാർട്ടണുകളിലൂടെ തന്നെ ഈ രോഗം പടരുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിലെ നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം രാജ്യത്ത് ആഗതമായാൽ ജനങ്ങൾക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അമേരിക്കയിൽ കടുത്ത മുട്ടക്ഷാമം ജനതയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ മുട്ട കഴിക്കുന്നവരുടെ എണ്ണം വലുതാണ്. അതായത് 315.91 മില്യൺ അമേരിക്കക്കാർ മുട്ട കഴിക്കുന്നതായിട്ട് 2020 സ്റ്റാറ്റിക്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
പക്ഷിപ്പനി മൂലം 2 മാസത്തിനിടെ ദശലക്ഷക്കണക്കിന് കോഴികളെ കൊന്നൊടുക്കേണ്ടി വന്നതോടെയാണ് അമേരിക്കയിൽ മുട്ടക്ഷാമം രൂക്ഷമാകുന്നത്. പിന്നാലെ അമേരിക്കയിൽ മുട്ടയുടെ വില കുത്തനെ കുതിക്കുകയും ചെയ്തു. മുട്ടക്ഷാമം രൂക്ഷമായതോടെയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങളോട് തങ്ങളുടെ ആവശ്യം അറിയിച്ചത്. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളെയാണ് അമേരിക്ക മുട്ടയ്ക്കായിട്ട് സമീപിച്ചത്. എന്നാൽ ഫിൻലൻഡ് ഇതിൽ വിസമ്മതം അറിയിച്ചതായിട്ട് ദേശീയ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് അമേരിക്ക ലിത്വാനിയയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം അയൽരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുട്ട നൽകാൻ വിസമ്മതിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിലെ പോരായ്മകൾ കൊണ്ടാണെന്നും വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തെങ്ങും കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധമാണ് മുട്ടവില വർദ്ധിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിനെ ആദ്യമായി അഭിസംബോധന ചെയ്തപ്പോഴും മുട്ടവില നിയന്ത്രിക്കുമെന്നും വേണ്ടത് ചെയ്യുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ബൈഡനാണ് മുട്ടവില വർദ്ധിക്കാൻ കാരണമെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ മുട്ടയുടെ കള്ളക്കടത്ത് നടത്താൻ അമേരിക്കക്കാർ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് അവിടെയുള്ളത്. എന്നാൽ ട്രംപിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മുട്ട നൽകാൻ ആരും തയ്യാറാകുന്നുമില്ല. ഡെൻമാർക്കിനോടും അമേരിക്ക മുട്ട ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന് പറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ ഡെൻമാർക്കും അത്ര ഉത്സാഹം കാണിക്കുന്നില്ല എന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഡെൻമാർക്കിനോട് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിൽക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം നിലനിൽക്കെയുള്ള ഈ നയതന്ത്ര അഭ്യർത്ഥന ഇരു രാജ്യങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ചതായിട്ടാണ് ഡെൻമാർക്കിലെ എഗ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിൽക്കാൻ ഡെൻമാർക്ക് വിസമ്മതിച്ചതിന്റെ പേരിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മുട്ട ചോദിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഈ സഹായ അഭ്യർത്ഥന വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിന് ഇത്തരത്തിലൊരു അവസരം ഇനി കിട്ടണമെന്നില്ലല്ലോ. അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ സംജാതമായിരിക്കുന്ന മുട്ട പ്രശ്നം ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെ വില കുറയ്ക്കുക എന്നത് ട്രംപിന്റെ പ്രചാരണത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണെങ്കിലും മുട്ടയുടെ വില ഇപ്പോൾ അടിക്കടി കുതിച്ചുയരുകയാണ്. അത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുകയും ചെയ്യുമല്ലോ. അതേസമയം മുട്ട വിലയെക്കുറിച്ച് മിണ്ടാതിരിക്കുക ട്രംപ് ഉപഭോക്താക്കളെ ലക്ഷങ്ങൾ ലാഭം നേടാൻ സഹായിക്കുന്നു എന്ന തലക്കെട്ടോടെ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റായ ചാർലി കിർക്കിന്റെ ഒരു ലേഖനം ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ രസകരമായ രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ എഗ്ഫ്ലേഷൻ അമേരിക്കയെ ബാധിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കിയാലോ. ഒന്നാമത്തത് അമേരിക്കൻ ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്ന ആഘാതമാണ്. ഉയർന്ന പലചരക്ക് ബില്ലുകളാണ് ജനതയെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം. പല അമേരിക്കക്കാർക്കും മുട്ട ഒരു പ്രധാന ഭക്ഷണമാണ്. പ്രഭാത ഭക്ഷണം മുതൽ ബേക്കിംഗ് വരെ എല്ലായിടത്തിലും ഉപയോഗിക്കുന്നതാണ് ഈ മുട്ട. വില കുതിച്ചുയരുമ്പോൾ ഉപഭോക്താക്കൾക്ക് പലചരക്ക് ബില്ലുകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ളവർക്കാണ് ഇത് ബാധിക്കുക. മുട്ട വിലയിലെ വർധനവ് ഒരു അധിക സാമ്പത്തിക ബാധ്യതയായിട്ട് ഇവർക്ക് മാറും. രണ്ടാമത്തത് ഉപഭോഗത്തിലെ മാറ്റങ്ങളാണ്. മുട്ടയ്ക്ക് വിലയേറിയതോടെ ചില ഉപഭോക്താക്കൾ എന്ത് ചെയ്തു? വില കുറഞ്ഞ ബദലുകൾക്കായി നോക്കാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ മുട്ട ഉപഭോഗം വല്ലാതെ അങ്ങ് കുറച്ചു. ആളുകൾ ബീൻസ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ പോലെയുള്ള വില കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സുകളിലേക്ക് തിരിയുകയോ പാചകക്കുറിപ്പുകളിലേക്ക് മുട്ടയ്ക്ക് പകരം വെക്കാവുന്ന വഴികൾ തേടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മുട്ട വിലക്കയറ്റം പണപ്പെരുപ്പത്തിന്റെയും ഉയർന്ന ജീവിത ചെലവിന്റെയും പ്രശ്നത്തെയും എടുത്തു കാണിക്കുന്ന ഒന്നാണ്. പാൽ, മാംസം തുടങ്ങിയ ആവശ്യ വസ്തുക്കളുടെ വില മാറ്റങ്ങളോട് ഉപഭോക്താക്കൾ കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടാണ് പ്രതികരിക്കുക. കാരണം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടാതെ ഈ സംവേദനക്ഷമത അവരുടെ മൊത്തത്തിലുള്ള വാങ്ങൽ സ്വഭാവത്തെ ബാധിക്കുകയും കുടുംബങ്ങളെ കൂടുതൽ കർശനമായ കുടുംബ ബജറ്റ് പിന്തുടരാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും. ഇനി ബിസിനസ് മേഖലയിൽ ഉണ്ടാകുന്ന ആഘാതം എന്താണെന്ന് നോക്കാം. പല ബിസിനസ്സുകളും, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും മുട്ടയെ ഒരു ചേരുവയായി വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. ഉയർന്ന മുട്ടവില ഈ ബിസിനസ്സുകളുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് വില ഉയർത്താനോ ചെലവ് ഏറ്റെടുക്കാനോ അവരെ നിർബന്ധിതരാക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ഉപഭോക്താക്കളെയും അതുപോലെ തന്നെ അതിന്റെ ലാഭവിഹിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ചെറുകിട ബിസിനസ്സുകളിലും ഇത് ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ചില ബിസിനസ്സുകൾ മുട്ടയെ ആശ്രയിക്കുന്ന മെനു ഇനങ്ങൾ കുറയ്ക്കുകയോ വിലക്കയറ്റത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് പാചകക്കുറിപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്തേക്കാം. മുട്ട ഉൽപ്പാദകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന വില അവർക്ക് തുടക്കത്തിലൊക്കെ ഗുണം ചെയ്യും. കാരണം അത് ഉയർന്ന ലാഭത്തിന് കാരണമാകുകയാണല്ലോ. എന്നിരുന്നാലും വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമായ പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെടുന്നതോടെ രോഗബാധിതരായ കോഴികളെ കൊന്നൊടുക്കിയതിനാൽ കോഴി വ്യവസായത്തിൽ വൻ നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. ഇത് ചില ഉൽപ്പാദകരെ വിതരണം നിലനിർത്തുന്ന കാര്യങ്ങളൊക്കെ പാടുപെടുത്തുകയാണ് ചെയ്യുന്നത്. വില ഉയർന്നെങ്കിലും ഉൽപ്പാദന വെല്ലുവിളികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുഎസിലെ ഭക്ഷ്യ പണപ്പെരുപ്പ പ്രശ്നത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് മുട്ടയുടെ വിലക്കയറ്റം. മുട്ടയുടെ വില കുതിച്ചുയർന്നതോടെ അത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്കിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത്. 2022-ലും 2023-ലും ഇത് ഇതിനോടകം ഉയർന്നതായിരുന്നു. മൊത്തത്തിലുള്ള ഉപഭോക്തൃ വില സൂചികയുടെ ഒരു ചെറിയ ഭാഗം മുട്ടയാണെങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലെ ദ്രുതഗതിയിലുള്ള വർധനവ് പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ധാരണയെയും ജനങ്ങളുടെ ബജറ്റുകളിൽ അതിന്റെ യഥാർത്ഥ സ്വാധീനത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ഇനിയും നിരവധി പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഈ മുട്ട കൂടോത്രം കൊണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആപത്ത് കാലത്ത് സഹായിക്കാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് ആളില്ലാത്തതിന്റെ കാരണം അഹങ്കാരം തന്നെയാണ്. എല്ലാം കാൽക്കീഴിലാണെന്നാണ് ഭാവം. അപ്പോൾ ട്രംപ് ഈ മുട്ട കൂടോത്രത്തിൽ
കൂടോത്രത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും രക്ഷപ്പെടുക? നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.